ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവിൻ. ജീവ വചനമെന്ന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്ത പേരെഴുതപ്പെട്ടതിൽ സന്തോഷിക്കുന്നുവോ എന്നൊരു വിഷയമാണ്. കൊടുപ്പുറപ്പുകളെ, ഭൂമിയുടെ പരപ്പിലെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് സന്തോഷിക്കുവാനും എപ്പോഴും സ്തോത്രം പറയുവാനുമുള്ള ഒരു വിഷയമാണ് തൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതും അതും മായ്ച്ചു കളയാതെ അവിടെ നിലനിർത്തുന്നു എന്നുള്ളതും. നിത്യജീവൻ അർഹരായവരുടെ പേരെഴുതുന്ന ജീവപുസ്തകം എന്നൊരു പുസ്തകം സ്വർഗത്തിലുണ്ട് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. ആ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതിനാൽ സന്തോഷിക്കുവീൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. നമ്മളോടുമുള്ള ഒരു കൽപ്പനയാണത്. സന്തോഷത്തോടെ സ്വീകരിച്ചനുസരിക്കുക. നിങ്ങളുടെ സന്തോഷം ഏതിലാണ്? നിങ്ങളുടെ സന്തോഷം ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ അടിഞ്ഞു മാറുന്നതിലോ ആകരുത്. മറിച്ച് അതിലുമൊക്കെ ശ്രേഷ്ഠമേറിയ കാര്യമായ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുവീൻ എന്നാണ് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നത്. പ്രിയരെ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ അവരുടെ പേര് മായ്ക്കപ്പെടാതെ ഇരിക്കത്തക്കവണ്ണം തങ്ങളുടെ ജീവിതം സ്വർഗീയ പിതാവിന് ബോധിച്ചവണ്ണം നയിക്കുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞാടായ ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ പേര് മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ഭൂമിയുടെ പരപ്പിലെ ജീവിത കാലഘട്ടമാണ് ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണുവാനുള്ള സുവർണാവസരം. ഇനി ജീവപുസ്തകത്തിൽ ഒരുവന്റെ പേര് എഴുതപ്പെട്ടില്ലെങ്കിലോ, പേരെഴുതപ്പെട്ടെങ്കിലും അത് മായ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിലാണ് കാണാൻ കഴിയുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20-15 വാക്യത്തിലാണ്. പരമപ്രധാനമായ ഒരു സത്യം, ലോകമനുഷ്യൻ മുഴുവനും തിരിച്ചറിയേണ്ട ഒരു സത്യം. ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ കാലമെടുത്തിരിക്കുന്നതിനാൽ ഇതുവരെ സ്വർഗീയ രജിസ്റ്ററിൽ പേർ എഴുതി ചേർക്കപ്പെടാത്തവർ വേഗം സുവിശേഷം കേട്ട് അതനുസരിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താലുള്ള രക്ഷ സ്വീകരിച്ച് ഏറ്റുപറയുമെങ്കിൽ ഭൗതിക ചിലവുകൾ ഒന്നുമില്ലാതെ, മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ സ്വർഗത്തിൽ പേർ എഴുതപ്പെട്ടവരായി തീരും എന്ന് വചനത്തിൽ ഉറപ്പ് നൽകി തരികയാണ്. ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെടുകയും അത് നിലനിർത്തപ്പെടുകയും ചെയ്യുന്നവരെ അവർക്കായി ഒരുക്കിയ പട്ടണത്തിൽ സ്വർഗം പ്രവേശിപ്പിക്കും. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതൊന്നും യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. സ്വർഗീയ രജിസ്റ്ററിൽ പേരുള്ളവർക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെടുന്ന ഒരു പട്ടണം അതിൻ്റെ വർണ്ണനാതീതമായ മനോഹാരിതകളെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. കുടപ്പിറപ്പുകളെ, നിങ്ങൾ ഇതിനോടകം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നുവോ, ഇപ്പോഴും പേർ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവരാണ്. നിങ്ങളുടെ ആത്മീയ ജീവിത നിലവാരം എപ്രകാരം മുന്നോട്ട് പോകുന്നു? ജീവിതത്തിൽ ആരെല്ലാം നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും നിങ്ങളെ ഒരു നാളും തള്ളിക്കളയാത്ത നിങ്ങളുടെ ആത്മരക്ഷകനായ യേശുക്രിസ്തുവിനെ വിട്ടുമാറി അവന് അപമാനം വരുത്തുന്ന ഒരു ജീവിത ശൈലി പിൻപറ്റരുത്. നിങ്ങളുടെ രക്ഷ നഷ്ടമാക്കാതെ തിരുവചനപ്രകാരം നിങ്ങളുടെ ജീവിതവും ആരാധനയും യഥാസ്ഥാനത്താക്കുക. വിശ്വാസത്യാഗം സംഭവിക്കാതെ സൂക്ഷിക്കുക. യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ തന്നെ നിങ്ങൾ പിൻപറ്റുക. നിങ്ങളുടെ പേർ ആ പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും നീക്കപ്പെടരുത്. അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വിഷയമായിരിക്കണം. ഏതു രാജ്യത്തിലെയും പൗരന്മാരുടെ പേര്
അവർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട്. അവർ മരിക്കുമ്പോൾ പേര് മായ്ച്ചു കളയുന്ന രീതി പുരാതന ലോകത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തന്നെയുമല്ല, രാജ്യത്തിലെ നിയമം പാലിക്കാത്തവരുടെയും രാജ്യത്തിന് അപമാനം വരുത്തുന്നവരുടെയും പേര് അവർ മായ്ച്ചു കളയുമായിരുന്നു. പ്രിയരെ, ഇവിടെ ദൈവത്തിന്റെ വചനത്തിലും ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ക്കപ്പെടുന്ന സാധ്യതകളെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായി യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ എന്നാണ് യിരെമ്യാ പ്രവാചകൻ ആ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവഭൃത്യനായ മോശ ഒരിക്കൽ സർവശക്തനായ ദൈവത്തോട് പറഞ്ഞതും ദൈവം തനിക്ക് മറുപടി പറഞ്ഞതും ഇപ്രകാരമാണ്. മോശ ദൈവത്തോട് പറയുന്നു: നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അതിന് ദൈവം എന്നോട്: പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്നാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നു. കൂടപ്പിറപ്പുകളെ, ആരുടെ പേരാണ് മായ്ക്കപ്പെടാതെ നിർത്തുന്നത് എന്ന് ദൈവവചനം ശക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ദൈവവചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുകയും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരുടെ പേര് നിലനിർത്തപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും തൻ്റെ ദൂതന്മാരുടെ മുന്നിലും അവൻ്റെ പേര് ഏറ്റുപറയും. യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്: ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും എന്നാണ്. ആകയാൽ പ്രിയരെ, ആത്മീയ പോരാട്ടത്തിൽ തോൽക്കാതെ, ഉടുപ്പ് മലിനമാക്കാതെ, ജീവിതത്തിൽ ദൈവപ്രസാദം പ്രാപിച്ച് നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ നിലനിർത്തപ്പെടുവാൻ പോരാടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാലും ആ പേരവിടെ നിലനിർത്തപ്പെടുന്നതിനാലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരുടെയെങ്കിലും പേര് ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്ന് ഇന്ന് പകലിൽ വചനം കേട്ട് മനസ്സിലാക്കുന്നെങ്കിൽ, കർത്താവെ, അവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ പേര് അവിടെ എഴുതപ്പെടുവാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമായിരിക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകർന്നുകൊണ്ട് അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങളുടെ വിശുദ്ധ ജീവിതം വിജയകരമായി പൂർത്തീകരിപ്പാൻ, ആത്മീയ ജീവിത നിലവാരം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ന് പകലിലും എല്ലാവരെയും സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി അധികം ശ്രദ്ധയോടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.